സൂപ്പർ കാറ്റാണ്. അത് മാത്രമല്ല നമ്മളൊരു ചെടി എടുത്തുകൊണ്ട് അകത്ത് വെച്ചു, കാരണം അത് കാറ്റത്ത് മറിഞ്ഞു വീഴും. എല്ലാവർക്കും ഹലോ ഫ്രണ്ട്സ്, ഒരു അടിപൊളി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ വ്ളോഗ് പറഞ്ഞേ? ഇന്നത്തെ വ്ളോഗ് തന്നെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എനിക്കായിട്ട് ഭയങ്കര സ്പെഷ്യലാണ്, കാരണം ക്വാറന്റൈൻ ആയിട്ട് വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നു, കുറെ ഭക്ഷണമൊക്കെ കഴിച്ചു, പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാതിരിക്കുകയായിരുന്നു. അതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അതിനിപ്പോ ഒന്നും തൽക്കാലം ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ പതുക്കെ എക്സസൈസ് ഒക്കെ തുടങ്ങണം. പക്ഷെ അതിന്റെ ഇടയിൽ ഞങ്ങൾ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നമ്മള് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ബാൽക്കണി ഒരു കുഞ്ഞു ബാൽക്കണിയാണ്. ആ ബാൽക്കണിയിൽ ഒരു ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തു. അതിന് സെറ്റ് ചെയ്യണതിന്റെ വീഡിയോസ് ആണ് ഇന്നിപ്പോ നമ്മൾ ഇതിനകത്തോട്ട് കാണാൻ പോണത്. ചെറിയൊരു സ്പേസ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഗാർഡൻ ഒരുക്കിയേക്കണേന്ന് ഗാർഡൻ നമ്മൾ വിളിക്കുന്നു. പക്ഷെ ചെറിയൊരു സ്പേസിലുള്ള കുറച്ച് ചെടികളുടെ അറേഞ്ച്മെന്റും അതില് ഉണ്ടാക്കിയ നമ്മുടെ ചെറിയൊരു ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ ഇന്ന് കാണാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗാർഡൻ സെറ്റിങ്ങിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗോ ചെക്കി. യെസ്. ബാൽക്കണിയിലൊക്കെ ഫിറ്റ് ആവുമെന്ന് വിചാരിക്കണു. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഈ ഒറ്റ ചെടി മതി അത്യാവശ്യം നല്ലൊരു ഗ്രീനറി ഒക്കെ കിട്ടാൻ. ഇനി അങ്ങോട്ട് നോക്കിക്കോ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ചെടികളൊക്കെ. ഇത് വേപ്പ്, കരിവേപ്പ്. ഇത് നമ്മുടെ ആര്യവേപ്പ്, മുല്ല. നമ്മുടെ പേരയ്ക്ക. ഇത് കൊച്ചു, ഇതൊക്കെ വലുതാവുമ്പോ ഏത് സൈസ് ആവുന്ന ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മള് പേരമരം. ഈ പേരമരമൊക്കെയാണ് നമ്മൾ ബാൽക്കണി. അടുത്തത് പേരക്കൊക്കെ ഉണ്ട് കേട്ടോ. പേരക്കൊക്കെ റെഡി ആവാൻ നിൽപ്പുണ്ട്. ഇതെന്ത് മുല്ല എന്ന് പറയുന്നതിന്? ഇതും ഇതൊരു പൂച്ചെടി. പൂച്ചെടിയാണോ ഇത്? എന്തോ അല്ല, പൂവുണ്ട്, പക്ഷെ എന്തോ ഒരു മുല്ലാന്നല്ലേ പറഞ്ഞ. എന്തോ ഒരു ചെടി. അത് നമുക്ക് പിന്നെ ഐഡന്റിഫൈ ചെയ്യാം. അത് നമുക്ക് നമ്മുടെ ബാൽക്കണി കാണാം കേട്ടോ. നമ്മുടെ കുഞ്ഞു ബാൽക്കണിയാണ്. ഇനി ആദ്യം ഇത് ഒതുക്കണം. ഒതുക്കിയിട്ട് ഈ പഴയ കച്ചറ സാധനങ്ങളല്ല, എന്നാലും ഇതൊക്കെ പൊടിയടിച്ച് കിടക്കും. കുറെ മണലും പൊടിക്കാറ്റൊക്കെ വന്നിട്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ബാൽക്കണിയുടെ കോലം. അത് ക്ലീൻ ആക്കാത്തോണ്ടല്ല കേട്ടോ, അവിടെ ഒരു കബേർഡ് കിടക്കുമായിരുന്നു. അപ്പൊ അതിന്റെ അടിയിലും അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോ നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പൊ നമ്മള് മുല്ല വെച്ചു. നമ്മുടെ മുല്ല, പേരമരം, ബാക്കിൽ നമ്മൾ ആ സൈഡിലായിട്ട് മുളയും വെച്ചു. പിന്നെ ഒരു ആര്യവേപ്പും വെച്ചു. പിന്നെ ഇനി അത് വളരുന്നതനുസരിച്ച് വേണമെങ്കിൽ വെട്ടി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇത് എങ്ങനെ വളരണമെന്നുള്ളത്. ബാൽക്കണിയിലായതുകൊണ്ട് ഇതിനെങ്ങനെയൊക്കെയാണ് ഇതിന്റെ വളർച്ച എന്നുള്ളത് നമുക്ക് അറിയില്ല. മണ്ണിലല്ലല്ലോ, പോട്ടിലല്ലേ. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് നമ്മൾ വാങ്ങിയ മണ്ണാട്ടോ, നല്ല മണ്ണാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇടയ്ക്ക് മണ്ണൊന്ന്
നമ്മൾ ഈ കിളയ്ക്കുന്ന പോലെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് ഫ്രഷ് മണ്ണൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഒരു ബാഗ് മണ്ണ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. വിവേകായിട്ട് ഇപ്പം അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഒരു ചെടി എടുത്തുകൊണ്ട് അകത്ത് വെച്ചു, കാരണം അത് കാറ്റത്ത് മറിഞ്ഞു വീഴുമെന്നുള്ളൊരു പേടി. നല്ല നല്ല മഴയുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് വീണ്ടും മഴ. നീ അങ്ങനെ പിടിക്കാൻ വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ, സൂപ്പർ മഴ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത മഴ. വെള്ളം കാണാത്ത ആൾക്കാരെ പോലെ ആയി. ഇതാണ് ദുബായിൽ മഴ പെയ്താലുള്ള സിറ്റുവേഷൻ. കണ്ടില്ലേ കണ്ടില്ലേ? അങ്ങനെ മേക്ക് ഓവറിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു പണി കിട്ടി. പണിയല്ല, കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയ സ്ഥലം ഫുള്ള് ചളിയായി. എന്തായാലും നാച്ചുറൽ റെയിൻ കിട്ടിയിട്ട് ഇവർക്കൊക്കെ ലക്കി പ്ലാൻസ് ആണ് ഇപ്പോൾ വന്നത്.
ഇപ്പോൾ വിവേകേട്ടൻ ഒരു ഗ്രീൻ മാറ്റ് ഇടാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ്സ് എടുത്തോണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ചെറിയ ബാൽക്കണിയില്ല, അപ്പോൾ ചെടികൾ വെച്ച ഭാഗത്ത് നമ്മൾ ഇടുന്നില്ല, അല്ലാത്ത ആ വൈറ്റ് സ്പേസിൽ നമ്മൾ മറ്റേ ഗ്രാസിൻ്റെ പോലത്തെ ഗ്രീൻ മാറ്റ് ഇടാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു വൈറ്റ് കളറിൽ ഒരു കുട്ടി ബെഞ്ചും. അപ്പോൾ വേണമെങ്കിൽ ബാൽക്കണിയിൽ ഇരിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണി. എങ്ങനെയുണ്ട് നമ്മുടെ ബാൽക്കണി? അപ്പൊ നമ്മുടെ ബാൽക്കണി മേക്ക് ഓവർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു ബാൽക്കണിയാണ്. ആദ്യം ഇവിടെ നമ്മൾ തുണി വിരിക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പൊ അത് ഗാർഡൻ ആയി. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തുണി ഇടാനുള്ള സ്റ്റാൻഡ് കൊണ്ടുവയ്ക്കാം. അപ്പോ നമുക്ക് തന്നെ മൈൻഡിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു ചെറിയ ഗാർഡൻ നമ്മൾ മീൻസ് ചെറിയൊരു ബാൽക്കണിയെ നമ്മൾ ഇത്രയും ചെടികളൊക്കെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് വൈകുന്നേരം വന്നിരിക്കാനും ചായ കുടിക്കാനൊക്കെ ഒരു ഫേവറേറ്റ് ലൊക്കേഷൻ ആയത്. അതുപോലെ തന്നെ പക്ഷെ ചെടികളൊക്കെ വരുമ്പോ ഇത്രയും മാറ്റം ഉണ്ടാവും വിചാരിച്ചില്ല കേട്ടോ. നമ്മുടെ ഒരു ഫ്ലാറ്റ് ലൈഫിന്റെ മൂഡില് ഇല്ല, നമുക്കൊന്നും ചെയ്യാനില്ല. റൂമുണ്ട്, കിച്ചൺ, അതും സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ്. എല്ലാം കൂടെ ഒരു സ്പേസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊരു ഹോം ടൂർ വീഡിയോയില് നമ്മൾ നിങ്ങളെ കാണിക്കാം. അപ്പൊ ബാൽക്കണി എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു ഞങ്ങൾ ഇരിക്കുന്നത് ആ ഒരു സ്പേസ്, ആ ഒരു വീതിയേ ഉള്ളൂ. നീളം എന്ന് പറയുന്നത് ഇപ്പൊ ഈ കാണുന്ന 2 കോർണർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനൊക്കെ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. നമ്മൾ ബാൽക്കണിയിൽ ഇറങ്ങൽ തുണി വിരിക്കാൻ മാത്രമായിരുന്നു. ഇപ്പോൾ കുറേ നേരം ബാൽക്കണി ഇരിക്കാൻ തോന്നുന്നു. അപ്പോൾ തണുപ്പ് കാലാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൊതിച്ച് നിൽക്കുകയാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു നല്ല ഉഗ്രം മഴയൊക്കെ കിട്ടി. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. സൂപ്പർ മഴ കിട്ടി നമുക്ക് ദുബായ് വന്നതിന് ശേഷം. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മേടിച്ച ചെടികളുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പോട്ടലൊക്കെ ഇപ്പോൾ മല്ലിയും മുളകും ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പൊടിക്കുന്ന വിചാരിക്കണം. ഇപ്പോഴാണ് ഗാർഡനിങ്ങിന്റെ ആ ഒരു ഗ്രീൻ തമ്പ് കിട്ടിയത്. ആ ഒരു സ്പിരിറ്റ് വന്നു തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പൊ എനിവേസ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ബാൽക്കണി ഗാർഡനിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ.